ഹലോ ഗായ്സ്, ഇന്ന് ദേ വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് മെയിനായിട്ട് ഫുഡടി ആയിരിക്കും. പിന്നെ GCC കൺട്രിയിൽ ആദ്യമായിട്ട് അൽസാജ് ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് അപ്പോൾ ചട്ടിച്ചോറ് എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് കണ്ടോ, അണ്ടർഗ്രൗണ്ട് മെട്രോ. ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ പല രാജ്യത്തിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരിക്കലും മെട്രോയിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്, എങ്ങനെ യാത്ര ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാട്ടോ. ഒന്നുകൂടി സേഫ് ആൻഡ് സെക്യൂർ നമുക്ക് ക്യാബാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളെപ്പോഴും ക്യാബിലാണ് യാത്ര ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടി പുതിയതാണ്. പഠിച്ചു വരുന്നില്ലല്ലോ, സമയമുണ്ട്. ഇന്ന് ഞാൻ ക്യാബിൻ ക്രൂവിൻ്റെ ലീവ് പോളിസിനെ കുറിച്ച് പറയാം കേട്ടോ. ക്യാബിൻ ക്രൂവിൽ, അതായത് എൻ്റെ എയർലൈനിൽ 12 ഡേയ്സ് ഓഫ് സിക്ക് ലീവ്, 6 ഡേയ്സ് ഓഫ് URTA. URTA എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ, അതായത് കോൾഡ് കഫൊക്കെ വരുന്ന സമയത്ത് എടുക്കേണ്ട സംഭവമാണ്. പിന്നെ 18 ഡേയ്സ് ഓഫ് PL ഒരു വർഷത്തിൽ. ഇതാണ് എൻ്റെ ഒരു വർഷത്തിലെ ലീവ് കോട്ട കേട്ടോ. അപ്പോൾ ഈ URTA ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാൻ വെറുതേക്ക് എടുക്കാമെന്ന് ഇല്ല. അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ENT ഡോക്ടറിനെ കാണിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവരത് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആവില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ മാസവും ഒരു 2 ഡേയ്സ് 3 ഡേയ്സ് PL എടുക്കും. അതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് 2 ഡേയ്സ് ഓഫ് റിക്വസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ 5 ദിവസമൊക്കെ കിട്ടും. ആ സമയത്ത് ഞാൻ എൻ്റെ ലീവ്സ് എല്ലാം പ്ലാൻ ചെയ്യും. സൂപ്പർ അല്ലേ എൻ്റെ പ്ലാനിങ്? ഇങ്ങനെയെല്ലാം ജീവിക്കാൻ പറ്റില്ല ഗായ്സ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം.